Hello students, today I am going to take a video lesson on the poem The Memory of Hiroshima by K. Sachidanandan. So as we all know, Sachidanandan is a bilingual poet, critic, playwright, editor, columnist, and he writes in both English as well as in Malayalam. And here he is noted for his coinage of the term Penneditha for women's writing in Malayalam. You know that, I hope. And his poetry is noted for its immediacy, its simplicity, symbolism, use of irony, and so on. He is an individual who intervenes in issues of the environment, human rights, and gender equality. So here we are going to study the poem The Memory of Hiroshima by Sachidanandan. So as it is given in the summary of your textbook, this poem, as the name suggests, it's about the Japanese, the poem is a memory on the Japanese city of Hiroshima, that is in a disaster, that is in Hiroshima. The US, America dropped the atomic bomb in 1945, and we know that almost the whole of the population of the city was burned to ashes during that time. And here Sachidanandan is actually recalling the memory of Hiroshima as well as another a city named Chernobyl, where a nuclear disaster took place. And here when we look into the poem, we can see that this poem is being dedicated to the people of Peringam in Kerala, Kannur district. That is, Sachidanandan wrote this poetry as a protest to setting up of a nuclear reactor in this village Peringam. That is, അവിടെ പെരിങ്ങം എന്ന് പറയുന്ന ആ ഒരു കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലമാണ്. അവിടെ USSRൻ്റെ കോർപ്പറേഷനോടുകൂടി ഒരു ന്യൂക്ലിയർ റിയാക്ടർ സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അതിന് ഒരു പ്രൊട്ടസ്റ്റ് പോലെയാണ് നമ്മളുടെ ഓതർ ഈ പോയം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ പോയത്തിൽ അദ്ദേഹം ഹിരോഷിമയിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റിയും അതുപോലെ തന്നെ ചെർണോബിൽ എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്ത് സംഭവിച്ച ന്യൂക്ലിയർ ഡിസാസ്റ്റർ ഇൻസിഡൻറ്റിനെ പറ്റിയുമൊക്കെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മനുഷ്യരുടെ ഒരു ഹ്യൂമൻ കോൺഷ്യൻസിനെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് പോയിട്ട് ഇവിടെ ശ്രമിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സച്ചിദാനന്ദൻ എന്ന് പറയുന്ന റൈറ്റർ is not only a poet, he is a critic, translator, columnist and all. And ആ റൈറ്റർ ഇവിടെ എൻവയൺമെൻറ്റിൻ്റെ ഏതൊരു ഇഷ്യൂ ഉണ്ടെങ്കിലും അദ്ദേഹം അതിലേക്ക് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ നമുക്ക് അദ്ദേഹം അതിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. സോ അങ്ങനെ ഒരു ന്യൂക്ലിയർ ഡിസാസ്റ്റർ ഇൻസിഡൻ്റ് ആയിരുന്നു ഹിരോഷിമയിലും ചെർണോബിലും നടന്നത്. അപ്പോൾ ആ ഒരു അത്തരത്തിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിനോട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊട്ടസ്റ്റ് അദ്ദേഹം രേഖപ്പെടുത്തുവാണ്. അപ്പോൾ ഇവിടെ പെരിങ്ങം എന്ന് പറയുന്ന സ്ഥലത്തെ വില്ലേജിലെ ആളുകൾക്ക് ഒരു സപ്പോർട്ട് പോലെയാണ് നമ്മളുടെ പോയിറ്റ് ഈ പോയിട്രി എഴുതിയിട്ടുള്ളത്. അവിടെ ആ പെരിങ്ങം എന്ന് പറയുന്ന വില്ലേജിൽ ഒരു ന്യൂക്ലിയർ റിയാക്ടർ സെറ്റപ്പ് ചെയ്യാൻ തീരുമാനം ഉണ്ടായപ്പോൾ അതിന് ഒരു പ്രൊട്ടസ്റ്റ് പോലെ നമ്മളുടെ പോയിറ്റ് ഈ പോയിട്രി എഴുതിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പോയത്തിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഹിയർ ഈ പോയത്തിൽ ഗ്രാസസ് അല്ലെങ്കിൽ പുൽത്തകിടകളാണ് ഈ പോയത്തിൻ്റെ സ്പീക്കേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഗ്രാസസ് പറയുന്നതായിട്ടാണ് ഈ പോയത്തിൽ പറഞ്ഞിട്ടുള്ളത്. സോ ദേ ആർ അട്ടറിങ് ദി പോയം ആക്ച്വലി. അപ്പോൾ അവിടെ ഒരു ആക്ച്വലി ഒരു പെർസോണിഫിക്കേഷൻ അവിടെ നമുക്ക് ഈ പോയിറ്റ് കൊണ്ടുവരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഗ്രാസസ് ആണ് പിന്നീട് ഈ
പോയം പറഞ്ഞ് ലാസ്റ്റ് മുതൽ ആദ്യം മുതൽ അവസാനം വരെയും പറയുന്നു. ഓക്കെ, നമുക്ക് ആ പോയിന്റിലോട്ട് പോകാം. We grass no storm can break, survivors of rabbits, earthquakes and revolutions, silent witnesses to murderous crimes say no more. We grass no storm can break. ഞങ്ങൾ ഗ്രാസസ് ആണ്. ഞങ്ങളെ ഒരു സ്റ്റോമിനും ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സർവൈവേഴ്സ് ഓഫ് റാബിറ്റ്സ്, ദാറ്റ് ഈസ് റാബിറ്റ്സ് ദേ ഈറ്റ് ദ ഗ്രാസ്. അപ്പോൾ അതിനെയും സർവൈവ് ചെയ്യുന്ന ഗ്രാസസ് ആയിട്ടുള്ള ഞങ്ങൾ. അപ്പോൾ സർവൈവ് ചെയ്ത, അതായത് അവരെയും സർവൈവ് ചെയ്ത ഗ്രാസസ് അവരാണ് ഈ സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ഡിസ്ട്രക്ഷനെയൊക്കെ സർവൈവ് ചെയ്ത് ആ ഒരു ഭൂമുഖത്ത്, ആ ഒരു സ്ഥലം, ഹിരോഷിമ അതുപോലെ തന്നെ ചെർണോബിൽ പോലുള്ള സ്ഥലത്ത് പിന്നെ ആ ഒരു ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം പിന്നെ അവിടെ ഒന്നുമില്ല. അപ്പോൾ ഈ ഗ്രാസസ് മാത്രമാണ് റിമൈനിങ് ആയിട്ടുള്ളത്. അത് ഗ്രാസസിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്താ, എത്ര വലിയ കൊടുങ്കാറ്റ് സ്റ്റോംസ് വന്നു കഴിഞ്ഞാലും, എത്ര വലിയ മരങ്ങൾ ഒടിഞ്ഞു വീണ് കഴിഞ്ഞാലും ഗ്രാസസ് ആ ഭൂമിയിൽ നിലനിൽക്കും. കാരണം അവയുടെ വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്ന് ഇറങ്ങുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ഗ്രാസസ് ആണ് സ്പീക്കേഴ്സ്. അപ്പം പോയിറ്റ് അങ്ങനെയാണ് ഈ പോയം രൂപപ്പെടുത്തിയിരിക്കുന്നത്. We grass no storm can break, survivors of rabbits, earthquake and revolution, silent witness to murderous crimes. അവരാണ് ഈ ഇൻസിഡൻസിൻ്റെയൊക്കെ സൈലൻ്റ് ആയിട്ടുള്ള വിറ്റ്നസ് എന്ന് പറയുന്നത്. ഈ ഒരു ഹീനിയസ് ക്രൈംസ് അവിടെ നടക്കുമ്പോൾ ആക്ച്വലി നമ്മളിതൊക്കെ കാണുമ്പോൾ ഹിരോഷിമയിൽ സംഭവിച്ച ഒരു മാൻമെയ്ഡ് ആയിട്ടുള്ള ഡിസാസ്റ്ററാണ്. മനുഷ്യർ തന്നെയാണ് അറ്റോമിക് ബോംബ് നിർമ്മിക്കുന്നതും. അപ്പോൾ ആ അറ്റോമിക് ബോംബാണ് അവർ ആ ഹിരോഷിമ എന്ന ജാപ്പനീസ് സിറ്റിയിൽ ഡ്രോപ്പ് ചെയ്യുന്നത്. അവിടെ ഡിസാസ്റ്റർ ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ജപ്പാൻ സറണ്ടർ ചെയ്യാനായിട്ട് വിസമ്മതിച്ചപ്പോൾ US അതിനൊരു റിപ്ലൈ പോലെ അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റോമിക് ബോംബ് ഹിരോഷിമ എന്ന ജാപ്പനീസ് സിറ്റിയിൽ ഡ്രോപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ എന്നിട്ടും ജപ്പാൻ സറണ്ടർ ചെയ്യാനായിട്ട് സമ്മതിച്ചില്ല, വിസമ്മതിച്ചു. അപ്പോൾ August 6th ഈ ഡിസാസ്റ്റർ ഹിരോഷിമയിൽ നടക്കുന്നു. ഏകദേശം 3 ദിവസത്തിന് ശേഷം August 9th നാഗാസാക്കി എന്ന സ്ഥലത്ത് വീണ്ടും US അറ്റോമിക് ബോംബ് ആക്രമണം നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ എപ്പോഴും ഹിരോഷിമ, നാഗാസാക്കി എന്ന് പറയുന്ന 2 സ്ഥലങ്ങളെ പറ്റിയും തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം അല്ലേ. അപ്പോൾ ഇവിടെ ഈ പോയത്തിൽ അവർ പറയുവാണ്, നമ്മുടെ പാരഗ്രാഫ് തുടങ്ങുന്നതിന് മുന്നേ ഒരു ഫ്യൂ ലൈൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവരെന്താ പറയുന്നത്? ദേ സേ നോ മോർ, അതായത് ഇനിയും ഇങ്ങനെയുള്ള ഹീനിയസ് ആയിട്ടുള്ള ക്രൈംസ് അത് ആവർത്തിച്ചുകൂടാ, അത് ഇനിയും സംഭവിച്ചുകൂടാ. അതാണ് ആ ഗ്രാസസിൻ്റെ ആ ഒരു മറുപടി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളോട്. പിന്നെന്താ അവർ പറയുന്നത്? വി റിമെമ്പർ ഹിരോഷിമ. ഫസ്റ്റ് പാരഗ്രാഫിലേക്ക് വരികയാണ്. അവിടെ അവർ പറയുകയാണ്, ഹിരോഷിമയെ ഞങ്ങൾ ഓർക്കുന്നു. അവിടെ എന്താണ് സംഭവിച്ചത്? ഡെത്ത് ഡിസെൻഡഡ് ലൈക്ക് ദ സ്പ്രിംഗ് ഇൻ ദ വാലി വിത്ത് ദ ലൈറ്റ് ഓഫ് മില്യൺ സൺസ്. അതായത് മില്യൺസ് ഓഫ് സൺസ് ഒരുമിച്ച് ഉയരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഒറ്റ സൂര്യൻ എൻ്റെ പ്രകാശം എന്ന് പറയുന്നത് തന്നെ നമുക്ക് താങ്ങാൻ സാധിക്കത്തില്ലേ. അപ്പോൾ അതിപ്പോൾ ഒരു മില്യൺ സൺസ് ഒരുമിച്ച് ഉദിച്ചുയരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഹീറ്റും ലൈറ്റും എത്രമാത്രമാണോ അതുപോലെ തന്നെ ആയിരുന്നു നമ്മളുടെ സിറ്റിയായ ഹിരോഷിമയിൽ US അറ്റോമിക് ബോംബ് ഡ്രോപ്പ് ചെയ്തപ്പോൾ ഉണ്ടായ ആ ഒരു പ്രതിഫലനമെന്ന് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ദെൻ ചാർക്കോൾ ആഷസ് ആൻഡ് ഓർച്ചർഡ് ഓഫ് സ്കൾസ്. അവിടെ ചാർക്കോൾ എന്ന് വെച്ചാൽ കൽക്കരിയാണ്, ആഷസ് എന്ന് വെച്ചാൽ എന്താ, വെറും ചാരം. അതാണ് പിന്നീട് അവിടെ കാണാൻ സാധിക്കും. ഓർച്ചർഡ് ഓഫ് സ്കൾസ്, തലയോടുകളുടെ ഒരു ഉദ്യാനം. ആക്ച്വലി നമ്മുടെ പോയറ്റ് സച്ചിദാനന്ദൻ ഇത് മലയാളത്തിലാണ് ആദ്യം എഴുതിയത്. ഹിരോഷിമ ഒരു ഓർമ്മ എന്ന് അദ്ദേഹം ആ പോയം മലയാളത്തിൽ എഴുതി. പിന്നീട് ആ കവിത അദ്ദേഹം തന്നെയാണ് ഈ മെമ്മറി ഓഫ് ഹിരോഷിമ എന്ന ഇംഗ്ലീഷ് പോയമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത്, അപ്പോൾ ആ മലയാളം റൈറ്റിങ്ങിൽ അദ്ദേഹം ഈ ഒരു ഓർച്ചർഡ് ഓഫ് സ്കൾസിനെ കാണിച്ചിരിക്കുന്നത് തലയോടുകളുടെ ഒരു ഉദ്യാനം എന്നാണ് അതിനെ പരാമർശിച്ചിരിക്കുന്നത് ആ മലയാളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വിവരണത്തിൽ. ബേൺഡ് കിമോനോസ് ഡ്രിപ്പിംഗ് വിത്ത് ബ്രസ്റ്റ് മിൽക്ക് ആൻഡ് ബ്ലഡ്.
കിമോനോ എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ജാപ്പനീസ് ഗാർമെൻ്റാണ്. അപ്പോൾ ആ ബേൺഡ് ആയിട്ടുള്ള അതൊക്കെ ഒന്ന് ആ ഒരു ഹീറ്റ്, ആ ഒരു എന്താ ഫയർ അല്ലേ, ആ ഒരു തീയാണ് അവിടെ. അപ്പോൾ അത് എല്ലാത്തിനെയും കത്തി നശിപ്പിച്ച ഒരു ഫയറാണ്. അപ്പോൾ അത് ആ കിമോനോസ്, ആ ഒരു ജാപ്പനീസ് ഗാർമെൻറ്റ് അതൊക്കെ കത്തി നശിച്ച് കിടക്കുന്നു. അതിൽ നിന്നും ബ്രസ്റ്റ് മിൽക്കും അതുപോലെ തന്നെ ബ്ലഡും ഇറ്റിറ്റ് വീഴുന്നതായിട്ട് പറയുന്നു. ദ ടൈനി ഷൂസ് ഓഫ് ചിൽഡ്രൻ ഫോളൻ ഡെഡ് ഓൺ ദ സ്റ്റെപ്സ് വൈൽ റഷിംഗ് ബാക്ക് ടു ദെയർ ഹോം സ്കൂൾ ഷെൽട്ടർ. അതായത് കുട്ടികൾ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് ഓടി വരുമ്പോൾ, അതായത് പെട്ടെന്നാണ് ഈ ഒരു ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ ആരും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പം കുഞ്ഞു കുട്ടികളാണെങ്കിലും സ്കൂൾസിൽ ആയിരുന്ന സമയത്താവാം, അവർ വീട്ടിലേക്ക് വരുന്ന സമയത്താവാം. അപ്പോൾ അങ്ങനെ ഒരു നമുക്കറിയില്ല ഏതൊരു അവസ്ഥയിലാണ് മനുഷ്യരെന്നറിയില്ല. പക്ഷേ നമുക്കൊന്നറിയാം, അവരൊന്നും അറിഞ്ഞിരുന്നില്ല എന്ന് നമുക്കറിയാം. അതായത് പെട്ടെന്ന് തന്നെ അവരൊന്നും അറിയാതെയാണ് നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരുടെ മേൽ ഈ ഒരു ആക്രമണം അമേരിക്ക നടത്തിയത്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. റഷിംഗ് ബാക്ക് ടു ദ ഹോം സ്കൂൾ ഷെൽട്ടർ, ഡാർലിംഗ് ഡോൾസ് ദാറ്റ് ഹാഡ് ലെഫ്റ്റ് ഡൗൺ സ്കേർഡ് ഫ്രം ദ സ്കൂൾ ബാഗ്സ്. കുട്ടികളൊക്കെ പേടിച്ച് അരണ്ടു പോയിട്ടുള്ള ഒരു സമയം, അതായത് നൗ ലൈൻ ചാർഡ്. അപ്പോൾ അവരുടെ അവശിഷ്ടങ്ങൾ അവിടെ കാണപ്പെടും. ചാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേൺ ടു ആഷസ്. ഫിംഗേഴ്സ് ദാറ്റ് ഹാഡ് വൂവൺ ക്ലോത്ത്സ് ആൻഡ് ബ്രെഡ് നൗ സ്റ്റക്ക് ടു ദ സ്റ്റിൽ മെഷീൻസ്. അപ്പം നമ്മളുടെ ആ ഒരു ശരീരം എന്ന് പറയുന്ന ഒരു മെഷീൻ ആണെങ്കിൽ അത് മരണത്തോടു കൂടി നിലച്ചു പോവുകയാണ്, സ്റ്റിൽഡായി പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മളുടെ ആ ഒരു ശരീരത്തിലുള്ള കൈവിരലുകളുടെ ചലനമറ്റു. അപ്പോൾ ഫിംഗേഴ്സ് ഇവിടെ പോയിട്ട് പറയുന്നത് ഫിംഗേഴ്സ് ദാറ്റ് ഹാഡ് വൂവൺ ക്ലോത്ത്സ് നെയ്ത കൈകൾ, വിരലുകൾ, ആൻഡ് ബ്രെഡ് ആഹാരം ഉണ്ടാക്കിയ വിരലുകൾ, അവയെല്ലാം നിശ്ചലമായിട്ട് ആ മെഷീൻ അവരുടെ ആ ഒരു ശരീരത്തോട് നിശ്ചലമായിട്ട് കിടക്കുന്ന ഒരവസ്ഥ. ക്യാപ്സ് ഓഫ് ഡെഡ് സോങ്സ്, സ്കേർട്സ് ഓഫ് ഡെഡ് ഡാൻസേഴ്സ്, ലിക്വിഫൈഡ് ലവ്സ്, ചെറി ബ്ലൂസംസ് dissolved in the white heat of the scorching summer, molten ice, molten time still on molten clock, molten language stuck to molten slates. The caps of dead songs, അതായത് അവിടെ മ്യൂസിഷ്യൻസ് കാണും, ഡാൻസേഴ്സ് കാണും. സ്കേർട്സ് ഓഫ് ഡെഡ് ഡാൻസസ്, അവയൊക്കെ ആ ഒരു മ്യൂസിക് അല്ലെങ്കിൽ ആ ഒരു സിംഗിങ് ആൻഡ് ഡാൻസിങ് എല്ലാം ബീൻ സ്ട്രക്ക് ഡൗൺ, എല്ലാം നിലച്ചുപോയ ഒരവസ്ഥയാണ്. ലിക്വിഫൈഡ് ലവ്സ്, മനുഷ്യർ തമ്മിലുള്ള സ്നേഹം, അതുപോലെ തന്നെ ഒരു ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം, അതൊക്കെ ഒരു നിമിഷം കൊണ്ട് ലിക്വിഫൈഡായി, ഇല്ലാതായി, പിന്നെ അതില്ല അല്ലേ. ചെറി ബ്ലൂസംസ് ഡിസോൾവ്ഡ് ഇൻ ദ വൈറ്റ് ഹീറ്റ് ഓഫ് സ്കോച്ചിങ് സമ്മർ. ചെറി ട്രീസ് എന്ന് പറഞ്ഞാൽ അവർ ബ്ലൂസം ചെയ്ത് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഈ ഒരു അവസ്ഥയിൽ അതെന്തായിട്ടാണ് കാണപ്പെടുന്നത്? ഡിസോൾവ്ഡ്, ഒന്നുമില്ല, അത് വെറും ശൂന്യമാണ്, പിന്നെ അവിടെ ഒന്നും ഇല്ല. ഇൻ ദ വൈറ്റ് ഹീറ്റ് ഓഫ് ദ സ്കോച്ചിങ് സമ്മർ. സ്കോച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഉരുക്കിക്കളയുന്ന ആ ഒരു ശക്തമായിട്ടുള്ളൊരു ആ ഒരു അവസ്ഥയാണ്. ആ ഒരു സ്കോച്ചിങ് സമ്മറിൽ എല്ലാം മോൾട്ടൺ ആയിപ്പോയി. മോൾട്ടൺ ഐസ്, മോൾട്ടൺ മീൻസ് മെയ്ഡ് ലിക്വിഡ് ബൈ ഹീറ്റ്, അതായത് ചൂട് കാരണം ലിക്വിഡ് ആയി പോകുന്ന ഒരവസ്ഥ. മോൾട്ടൺ ഐസ്, മോൾട്ടൺ ടൈം ഓൺ മോൾട്ടൺ ക്ലോക്ക്, അതായത് ക്ലോക്കിൽ സമയം എന്ന് പറയുന്നത് മോൾട്ടൺ ആയിട്ട് പോയി കഴിഞ്ഞു, ലിക്വിഫൈഡ്, അതായത് ഇല്ല, പിന്നെ ഇല്ല, ഒന്നുമില്ല. മോൾട്ടൺ ലാംഗ്വേജ് സ്റ്റക്ക് ടു മോൾട്ടൺ സ്ലേറ്റ്സ്, അത് ഭാഷയും അതുപോലെ തന്നെ അക്ഷരങ്ങളും ഒക്കെ ഇല്ലാതായി ഇരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അത്രയുമാണ് ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ അദ്ദേഹം ഹിരോഷിമ എന്ന നഗരത്തിലെ കാഴ്ചകളെ പറ്റി, ഗ്രാസസ് അല്ലെങ്കിൽ പുൽത്തകിടുകൾ പറയുന്ന കാര്യമായിട്ട് അവരെ പേഴ്സോണിഫൈ ചെയ്ത് അവന് പറഞ്ഞിരിക്കുകയാണ്. അവരാണ് അവിടുത്തെ സ്പീക്കേഴ്സ്. ദേ ആർ അട്ടറിങ് ദീസ് ലൈൻസ്. ഇനി രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് വരുവാണെങ്കിൽ ഗ്രാസസ് എന്താ പറയുന്നത്? വി ഗ്രാസ് ഹു ടേൺ ദി എർത്ത് ഇൻ ടു എ റിവോൾവിംഗ് എമറൽഡ് ഇൻ സ്പേസ്, guard from pain the feet of the playing children and the falling flowers, and tattoo the skulls of the dying with colorful dreams, say no more. അപ്പോൾ പിന്നെ പറയാണ് വി ഗ്രാസ് ഹു ടേൺ ദി എർത്ത് ഇൻ ടു എ റിവോൾവിംഗ് എമറൽഡ് ഇൻ സ്പേസ്. അതായത് ആ ഒരു എമറൽഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഗ്രീൻ കളർ ജെമ്മാണ്. അപ്പോൾ ഭൂമിക്കൊരു നമ്മൾ പറയും എമറൽഡ് എന്ന് പറയും, മലയാളത്തിൽ നമ്മൾ മരതകം എന്ന് പറയും അല്ലേ. അപ്പോൾ ആ ഒരു ഭൂമിക്കൊരു പച്ചപ്പ് നൽകുന്നത് ഞങ്ങളാണ് എന്ന് ഗ്രാസസ് പറയുവാണ്. അതിനെ ഭൂമിയെ ഒരു ജെമ്മായിട്ട്, ഒരു എമറൽഡ് ജെമ്മായിട്ട് നമ്മൾ സ്പേസിൽ മാറ്റുന്നു. ഗാർഡ് ഫ്രം പെയിൻ, ഞങ്ങൾ പിന്നെ എന്താ ചെയ്യുന്നത്? കുട്ടികളുടെ പാദങ്ങളെ എല്ലാവരെയും
സംരക്ഷിക്കുന്നു, വേദനയിൽ നിന്നും. ഫാളിങ് ഫ്ലവേഴ്സ് നിലത്ത് വീഴുമ്പോൾ ഞങ്ങളുണ്ടെങ്കിൽ ഞങ്ങളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ആൻഡ് ടാറ്റു ദ സ്കൾസ് ഓഫ് ഡൈങ് വിത്ത് കളർഫുൾ ഡ്രീംസ്. അതായത് നമ്മൾ മരിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ ബെറീഡ് ആക്കപ്പെടുന്നു അല്ലേ. പിന്നീട് ആ ഭൂമിയിൽ പിന്നെ കിളിച്ച് വരുന്നത് എന്താണ്? ഞങ്ങൾ തന്നെയാണ്, ഗ്രാസസ് ആണ്. അപ്പം ഞങ്ങളാണ് പിന്നീട് ആ ഡെഡ് ആയിട്ടുള്ള ആളുകളുടെ സ്കൾസിനെ, തലയോടുകളെ ഡെക്കറേറ്റ് ചെയ്യുന്നതും ഞങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ്, മനുഷ്യരോട് പറയുകയാണ്, എന്താണ്? സേ നോ മോർ. അതായത് ഇനിയും ഇത് ആവർത്തിച്ചുകൂടാ, അതായത് ഇനിയും നിങ്ങളിത് ചെയ്തുകൂടാ, ഇത്തരത്തിൽ ഉള്ള ഒരു ഇൻസിഡൻറ്റും ഭൂമിയിൽ നടന്നുകൂടാ. വി റിമെമ്പർ ചെർണോബിൽ. Death had come not blood-soaked like the knife thrower, nor in tight vest with a red kerchief like the bullfighter. അപ്പോൾ ഒരു നൈഫ് ത്രോവർ, അതുപോലെ തന്നെ ബുൾ ഫൈറ്റർ, രണ്ടുപേരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ബുൾ ഫൈറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ബുൾ ഫൈറ്റർ നമുക്കറിയാം, ബുൾ ഫൈറ്ററിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു റെഡ് കർച്ചിഫ് കാണുമെന്നറിയാം. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അതവിടെ അവരുടെ രണ്ടുപേരുടെയും ഇമേജസ് കൊണ്ടുവരുന്നുണ്ട്. ബുൾ ഫൈറ്റർ യൂസസ് എ റെഡ് കർച്ചിഫ്. അത് അദ്ദേഹം അയാളുടെ കയ്യിലുള്ള ഒരു കത്തി ഉണ്ടാവും ബുൾ ഫൈറ്ററിന്. അതിനെ ശരിക്കും ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റെഡ് കർച്ചിഫ് അയാൾ ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഡ് കളർ എന്ന് പറയുന്നത് ഈ ബുള്ളിനെ പ്രകോപിപ്പിക്കത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ ലൈൻസ് പറയാൻ കാരണം ചെർണോബിൽ എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു റെഡ് എന്ന് പറയുന്ന കളർ നമുക്കൊരു ബ്ലഡിൻ്റെ ഇമേജാണ് തരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ബ്ലഡ് സോക്ഡ് ആയിട്ടല്ല ചെർണോബിൽ എന്ന് പറയുന്ന സ്ഥലത്തും ഒരു മരണം ബ്ലഡി ആയിട്ടല്ല വന്നത് എന്നുള്ളതാണ്. അതായത് ഒന്നും മനുഷ്യർ അറിയാതെ തന്നെ പെട്ടെന്നത് സംഭവിച്ചു പോകുന്നതാണ്, ഒരു നിമിഷം കൊണ്ടെല്ലാം ഇല്ലാതാകുന്ന ഒരവസ്ഥയാണ്. പിന്നെ ഹിരോഷിമാസ് സൺ ഹാഡ് റൈസൺ ലൈക്ക് ദ പ്രൈമൽ എക്സ്പ്ലോഷൻ ദാറ്റ് ഹാഡ് ഗിവൺ ബർത്ത് ടു എർത്ത്. അതായത് നമ്മളുടെ ഭൂമി ഉണ്ടായതെന്ന് പറയുന്നത് ഒരു എക്സ്പ്ലോഷനിലൂടെയാണെന്നാണ് സയൻസ് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രൈമൽ എന്ന് വെച്ചാൽ ഫസ്റ്റ്, ആ ഒരു ഫസ്റ്റ് എക്സ്പ്ലോഷൻ ഹിരോഷിമാസ് സൺ ഹാഡ് റൈസൺ. അത് ഹിരോഷിമയിൽ നടന്ന ആ ഒരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് ആദ്യം ഈ ഭൂമി ഉണ്ടാകുമ്പോൾ നടന്ന ഒരു എക്സ്പ്ലോഷൻ പോലെയാണ്. അതായത് ഭയങ്കര ഒരു പൊട്ടിത്തെറിയാണ് അവിടെ സംഭവിച്ചല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ ഒരു പ്രൈം എക്സ്പ്ലോഷൻ ആണ് ഇവിടെയും ഹിരോഷിമയിലും സംഭവിച്ചെന്ന് ഗ്രാസസ് പറയുന്നു. He came amidst the revelries of that midsummer night in April to chop the nightingale's throat, to still the dancing gypsy feet. അതായത് മരണം, he means death. He came amidst the revelries. Revelry എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ ഒരു എൻജോയ്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു എൻജോയ്മെൻറ്റിൽ നിൽക്കുന്ന ഒരു സമയം ആണ് ഈ ഏപ്രിൽ സമയം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് മരണം പതുങ്ങി വരുവാണ്. ടു ചോപ്പ് ദി നൈറ്റിംഗേൽസ് ത്രോട്ട്. നൈറ്റിംഗേൽസ് എന്ന് പറഞ്ഞാൽ വാനമ്പാടി. അവരുടെ ത്രോട്ടിനെ, അവരുടെ പാട്ടിനെ ഇല്ലാതാക്കാൻ വേണ്ടി ചോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടിക്കുന്ന രീതിയിൽ. അതുപോലെ തന്നെ ടു സ്റ്റിൽ ദ ഡാൻസിങ് ജിപ്സി ഫീറ്റ്. ജിപ്സീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദേ ആർ ദ മെമ്പേഴ്സ് ഓഫ് ട്രാവലിംഗ് പീപ്പിൾ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ജിപ്സീസ്. അവരുടെ ഫീറ്റ്സ്, അവർ പിന്നെയും ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ് പിന്നെ അവരുടെ ആ ഒരു ഫീറ്റ് ചലിക്കില്ല അല്ലേ, പിന്നെ അവർക്ക് എങ്ങും പോകാൻ സാധിക്കില്ല. അത് ഫൈനലായിട്ടുള്ളൊരു ജേണിയാണ് അവിടെ. ഇൻവിസിബിൾ സർപ്പൻസ് ഓഫ് സ്ലിത്തറിംഗ് ഹീറ്റ്, വെനമസ് ലൈറ്റ് പിയേഴ്സിംഗ് ദ കോയിങ് ഓഫ് ക്രോസ് ആൻഡ് ദ മ്യൂയിങ് ഓഫ് ക്യാറ്റ്സ്. ഇൻവിസിബിൾ സർപ്പൻസ്, അതായത് ഇൻവിസിബിൾ സർപ്പൻസ് എന്ന് ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത് മരണത്തെയാണ്, ഡെത്തിനെയാണ്. അതായത് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ, ഒന്നും നമുക്ക് കാണാൻ സാധിക്കാതെ. സർപ്പൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേക്കാണ് അല്ലേ, വളരെ അതിൻ്റെ ഉള്ളിൽ ഉള്ളത് വെനമാണ്, വിഷമാണ്. സ്ലിത്തറിങ് ഹീറ്റ്, അത് പതുങ്ങിയാണ് വരുന്നത്. അതിൻ്റെ ഒരു ഹീറ്റിനെയാണ് പോയിട്ട് അന്നേരവും പറയുന്നത്. ആ ഒരു എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു ഹീറ്റിനോട് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു ഫയറാണ് അല്ലേ, അതിനോടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെനമസ് ലൈറ്റ്. വെനമസ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായ ലൈറ്റ് എന്ന് പറയുന്നത്, അവിടെ ഉണ്ടായത് നമ്മൾ നേരത്തെ പറഞ്ഞു മില്യൺസ് ഓഫ് സൺസ് വരുന്നത് പോലെയുള്ള പ്രകാശമാണ്. പക്ഷേ ആ ലൈറ്റ് എന്ന് പറയുന്നത് പൊതുവിൽ നമുക്കൊരു പ്യൂരിറ്റിയോട് ഉപമിക്കാം. പക്ഷേ ഇവിടെ ഉണ്ടായ ലൈറ്റ് വെനമസ് ആണ്. വെനമസ് എന്ന് വെച്ചാൽ പോയ്സണസ് ആണ്. അതിൽ നമുക്കൊരു പോസിറ്റീവ്നെസ് ഇല്ല അല്ലേ. അപ്പം അങ്ങനെയാണ്. പിയേഴ്സിംഗ് ദ കോയിങ് ഓഫ് ക്രോസ് ആൻഡ് ദ മ്യൂയിങ് ഓഫ് ക്യാറ്റ്സ്. അതായത്
ക്രോസ് അവരുടെ ആ കോയിങ് സൗണ്ട്, അതുപോലെ തന്നെ ക്യാറ്റ്സിൻ്റെ മ്യൂയിങ് സൗണ്ട്, ആനിമൽസിൻ്റെയും ബേർഡ്സിനെയും ഒക്കെ അത് അവിടെ ഇല്ലാതാക്കി. അവർ പിന്നെയും ഇല്ല, അവരുടെ ആ ഒരു സൗണ്ട്സ് നമുക്കിനി കേൾക്കാൻ സാധിക്കത്തില്ല. Children's life breath vanishing into the balloons with the air that blows them up. കുട്ടികളുടെ ശ്വാസം, കുട്ടികൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു പ്ലേത്തിങ് ആണ് ബലൂൺസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവരത് വെച്ച് കളിക്കുന്ന അവസ്ഥയിൽ അവരത് ബ്ലോ ചെയ്യും. അപ്പോൾ അത് ബ്ലോ ചെയ്യുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്, നമ്മുടെ എയർ ആ ബലൂണിലേക്ക് ഉള്ളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ആ ഒരു എയർ കൊടുക്കുമ്പോൾ അത് വലുതായി അത് പറന്നു പോകുന്നു. അപ്പോൾ ഇവിടെ പോയിന്റ് ഗ്രാസസ് പറഞ്ഞിരിക്കുന്നത് അവരുടെ ശ്വാസം, അവരുടെ ആ ഒരു അവസാന ശ്വാസത്തെയും ആ ബലൂൺസ് എടുത്തുകൊണ്ട് പോയ ഒരവസ്ഥയാണ്. Mothers carrying their burning children running all thirst along the streets that lead nowhere. അപ്പം പിന്നെ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെയും, അതായത് കുട്ടികളുടെ കരിഞ്ഞ ശരീരത്തെയും താങ്ങിക്കൊണ്ട് അമ്മമാർ കരഞ്ഞുകൊണ്ട് ഓടുന്ന ഒരു അവസ്ഥയാണ്. റണ്ണിങ് ഓൾ തേഴ്സ്റ്റ് അലോങ് സ്ട്രീറ്റ്സ് ദാറ്റ് ലെഡ് നോ വെയർ, അതായത് എവിടേക്കെന്നില്ല അറിയില്ല, അവർക്ക് പോകാൻ എവിടേക്ക് ഓടിപ്പോണമെന്ന് അറിയില്ല. എല്ലായിടവും ഈ ഫയറും ഹീറ്റുമാണ്. ആ ഒരു അവസ്ഥയിൽ അവരെവിടേക്കെന്നില്ലാതെ ഈ കുട്ടികളെയും കൊണ്ട് ഓടി നീങ്ങുന്ന ഒരു കാഴ്ച, അതിന് ഞങ്ങൾ സാക്ഷികളാണെന്ന് ഗ്രാസസ് പറയുന്നു. സ്റ്റിൽ ബോൺസ് ഡെലിവേർഡ് ഓൺ ബ്ലാഞ്ച്ഡ് ബെഡ്സ്, ബ്ലാഞ്ച് മീനിങ് വൈറ്റ് കളർ. അപ്പം ബ്ലാഞ്ച്ഡ് ബെഡ്സിലേക്ക്, അതായത് ഈ ഒരു ഹിരോഷിമയിൽ നടന്ന ഈ ഒരു സംഭവത്തിന് ശേഷം അവിടെ ജനിക്കുന്ന അത് റേഡിയേഷൻ എഫക്ട്സ് അവിടെ പിന്നെ നിലനിൽക്കുമല്ലോ. അപ്പോൾ അത് കാരണം പിന്നീട് അവിടെ ജനിച്ച കുട്ടികളൊക്കെ ചാപിളയായിപ്പോയി അല്ലെങ്കിൽ മരണപ്പെട്ടു പോയി. അപ്പം നമ്മൾ എത്രയോ പ്രതീക്ഷിച്ചിട്ടാണ് ഒരു കുഞ്ഞ് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു കുട്ടി ജനിക്കുമ്പോൾ അത് ജനിച്ച് വീഴുന്നത് ഒന്നുമില്ലാതെ അല്ലെങ്കിൽ ജീവനില്ലാതെയാണെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ ഇടയായി. ലൈക്ക് വെയിൻ പ്രേയേഴ്സ്, നമ്മളുടെ പ്രാർത്ഥനകളെല്ലാം വ്യർത്ഥമായി പോകുന്ന ഒരു അവസ്ഥ. മിൽക്ക് ബോട്ടിൽസ് ബ്രിമിങ് വിത്ത് പെയിൽ ഡെത്ത്, മിൽക്ക് ബോട്ടിൽസ് അതായത് പാല് കുപ്പികളിൽ, ബ്രിമിങ് എന്ന് പറഞ്ഞാൽ ഫുൾ, വിത്ത് പെയിൽ ഡെത്ത്, എല്ലായിടവും മരണമാണ് കാണാൻ സാധിക്കുന്നത്. ടൊമാറ്റോ ഫീൽഡ്സ് ദാറ്റ് സക്ക് ഹ്യൂമൻ ബ്ലഡ്, എല്ലായിടവും നോക്കിക്കഴിഞ്ഞാൽ ടൊമാറ്റോസ് റെഡ് ഇൻ കളർ. അപ്പോൾ അവിടെയും നമുക്ക് റെഡ് കളർ ബ്ലഡാണ് കാണാൻ സാധിക്കുന്നത്. വീറ്റ് ഫീൽഡ്സ് വീൽഡിങ് ദ ഗോൾഡൻ സോഡ്, അതായത് വീൽഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹോൾഡ് ആൻഡ് യൂസ് എ വെപ്പൺ, അതാണ് വീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വീറ്റ് ഫീൽഡ്സ്, അതായത് ഗോതമ്പ് പാടങ്ങളിലും ഈ ഒരു ഗോൾഡൻ സോഡ് എടുത്തിട്ട്, അതായത് ഈ ഒരു മരണം അല്ലെങ്കിൽ ഈ ഒരു ബ്ലഡി ഫീലിംഗ് ആണ് അവിടെയും കാണാൻ സാധിക്കുന്നത്. സ്റ്റണ്ട് ട്രീസ് ഫ്രം വിച്ച് ഡെഡ് ബേർഡ്സ് ഫോൾ, അതായത് ട്രീസൊക്കെ എന്താ അവരുടെ ഡെവലപ്മെൻറ്റ് നിലച്ചു, അത് ഗ്രോത്ത് ഹിൻഡറായി, പിന്നെ അവരില്ല, ആ മരങ്ങളില്ല. അപ്പോൾ അതിൽ നിന്നും കിളികൾ, ബേർഡ്സ് മരണപ്പെട്ട് താഴേക്ക് വീഴുന്ന ഒരവസ്ഥ. ബിറ്റർ ഹണി, ബ്ലാക്ക് പോളൻ, അതായത് ഹണി ഈസ് സ്വീറ്റ് but now it had turned bitter, and now it has turned bitter. Black pollens have become black snow which is pure white has turned black. Killing shower, killing air, killing moonlight. അതായത് നമുക്കിപ്പോൾ ഒരു ഷവർ ഓഫ് റെയിൻ പെട്ടെന്ന് കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഉന്മേഷം, അപ്പോൾ അത് നമ്മളെ കൊല്ലുന്നതിന് തുല്യമാണെങ്കിൽ അതെങ്ങനെയാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം, അത് നമുക്ക് ശ്വാസത്തിൻ്റെ ബലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ശ്വാസം നിലച്ചു പോയി കഴിഞ്ഞാൽ അത് നമ്മളെ കൊല്ലുന്നതാണെങ്കിൽ എങ്ങനെയാണ്. അതുപോലെ തന്നെ മൂൺ ലൈറ്റ്, അതൊരു കാം ആൻഡ് കൂൾ ഫീലിംഗ് ആണ് തരുന്നത്. അതും ഒരു മരണത്തിൻ്റെ ആ ഒരു ഇഫക്റ്റ് കൊണ്ടുവരുവാണെങ്കിൽ പിന്നെ ആ മൂൺ ലൈറ്റിനൊരു പോസിറ്റീവ്നെസ്സും ഇല്ല അല്ലേ. അപ്പോൾ എല്ലാം ഒരു നെഗറ്റീവായിട്ട് മാറിയ ഒരു അവസ്ഥ. We grasp the green flags of dreams, stained by the atomic rain, announcing life's tenderness even in the deserts of battlefield. ഞങ്ങൾ grasses ആണ്. The green flags of dreams, we are green in color. സ്വപ്നങ്ങളെ കൊണ്ട് നടക്കുന്ന സ്വപ്നങ്ങളുടെ പ്രതിഫലനമാണ് ഞങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ കളറ് പോലും മാറിക്കഴിഞ്ഞു ബിക്കോസ് ഓഫ് ദിസ് അറ്റോമിക് റെയിൻ. പിന്നീട് ഈ എക്സ്പ്ലോഷന് ശേഷം എത്രയോ വർഷം അതിൻ്റെ ആ ഒരു റിസൾട്ട്,
അത് നെഗറ്റീവ് റിസൾട്ട് അവിടെ തങ്ങി നിൽക്കും. പിന്നീട് അവിടെ വളരുന്ന ഗ്രാസസിലും അവയ്ക്ക് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഗ്രോത്ത് സംഭവിക്കില്ല. അവയുടെ ആ ഒരു ഗ്രോത്തിലും ആ ഒരു പിന്നീട് വരുന്ന റെയിൻസ് അത് അറ്റോമിക് റെയിൻ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിലും ആ ഒരു ആ ഒരു പോയ്സൺ ഉണ്ടായിരിക്കും. അതാണ് അനൗൺസിങ് ലൈഫ്സ് ടെൻഡർനെസ് ഈവൻ ഇൻ ദ ഡെസേർട്സ് ഓഫ് ബാറ്റിൽ ഫീൽഡ്. അപ്പം ആ ഒരു പുല്ലുകൾ കാണുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് ഒരു ജീവൻ്റെ ഒരു അംശം അവിടുന്ന് സ്പ്രൗട്ട് ചെയ്തു വരുന്നത് പോലെയാണ് അല്ലേ. അപ്പോൾ ആ ഒരു ടെൻഡർനെസ് പിന്നീട് ഇല്ലാത്ത ഒരവസ്ഥ. ഡിഡ് നോട്ട് ഗ്രോ ജസ്റ്റ് ടു ബി ക്രഷ്ഡ് അണ്ടർ ദ ഹൂവ്സ് ഓഫ് ഇറ്റേണൽ നൈറ്റ്. അപ്പം പിന്നെയും ഗ്രാസസ് പറയുവാണ്, ഞങ്ങൾ വളർന്നു വരുന്നത് ഞങ്ങളുടെ ഈ ടെൻഡർനെസ്സിനെ ഇനിയും നിങ്ങൾ ക്രഷ് ചെയ്ത് കളയാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് ഗ്രാസസ് തന്നെ പറയുവാണ് അല്ലേ. അപ്പോൾ അവരുടെ ആ ഒരു ഉള്ളിലുള്ള ഒരു എനർജി എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഐ റീഡ് ദറ്റ് ലൈൻ വൺസ് മോർ. Weak grass, the green flags of dreams, stained by atomic rain, announcing life's tenderness, even in the deserts of battlefields, did not grow just to be crushed under the hoofs of eternal night. അതായത് ഞങ്ങൾ ക്രഷ് ചെയ്ത് ഇല്ലാതാക്കപ്പെടാനല്ല ഞങ്ങൾ വളർന്നു വന്നത് എന്ന് ഗ്രാസസ് തന്നെ പറയാണ്. ഓക്കെ, ലെൻഡ് യുവർ ഇയേഴ്സ് ടു എ ഗ്രീൻ മെസ്സേജ്. ഞങ്ങൾക്ക് ഒരു മെസ്സേജ് നിങ്ങൾക്ക്, അതായത് മനുഷ്യർക്ക് തരാനുണ്ട്. വേക്ക് അപ്പ്, ഉണരുക, നിങ്ങൾ ഉണരൂ. മദേഴ്സ് നഴ്സിംഗ് lullabies and cucumbers in this soil with the drums of the minstrels announcing the dawn for witness, safe from the atomic eclipse, the deathless moon of your selfless love with its healing roots. അതായത് അമ്മമാരെയാണ് പറയുന്നത്. എന്താ പറയുന്നത്? പറയാണ് മദേഴ്സിനോട് പറയണം, വേക്ക് അപ്പ്. മദേഴ്സ് നഴ്സിംഗ് lullabies, കുട്ടികൾക്ക് താരാട്ടുപാട്ടി കൊടുക്കുന്നവരാണ് അമ്മമാരെ നിങ്ങൾ. അതുപോലെ തന്നെ കുട്ടികൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നവരാണ് നിങ്ങൾ. വിത്ത് ദ ഡ്രംസ് ഓഫ് മിൻസ്ട്രൽസ് അനൗൺസിങ് ദ ഡോൺ ഓഫ് വിറ്റ്നസ്. അതായത് നിങ്ങൾ എല്ലാത്തിനും സാക്ഷികളാണ്. സേവ് ഫ്രം ദി അറ്റോമിക് എക്ലിപ്സ്, ഡെത്ത്ലെസ് മൂൺ ഓഫ് യുവർ സെൽഫ്ലെസ് ലവ്. അതായത് നിങ്ങളുടെ ലവ്, അമ്മമാരുടെ സ്നേഹം പരിശുദ്ധമാണ്. അത് ഒന്നിനും വേണ്ടിയല്ലാത്ത സ്നേഹമാണ്, സെൽഫ്ലെസ് ആണ്. വിത്ത് ഇറ്റ്സ് ഹീലിംഗ് റൂട്ട്സ്, അതിനൊരു കാം ആൻഡ് കൂളിംഗ് ഫീലിംഗ് ഉണ്ട് ആ റൂട്ട്സിന് അല്ലേ. റൈസ് അപ്പ് ബ്രേവ് പെസൻസ്, നിങ്ങൾ ഉണരുക. റൈസ് അപ്പ് ബ്രേവ് പെസൻസ്, അതായത് പെസൻസിനെയാണ് പറയുന്നത്. ഓക്കെ, ബ്രേവ് പെസൻസ് എന്ന് പറഞ്ഞാൽ കർഷകരാണല്ലേ. അവരോട് എന്താ പറയുന്നത്? റൈസ് അപ്പ്, ഉണരുക. റിയറിംഗ് ഫ്യൂച്ചേഴ്സ് ഗോൾഡൻ പാഡി ഫീൽഡ്സ്, അവരെന്ത് ചെയ്യുന്നു? പാഡി ഫീൽഡ്സിൽ ആ ഫ്യൂച്ചർ വരും കാലങ്ങളിൽ വിത്ത് വിതച്ച് അതിൻ്റെ ഫലമെടുക്കുന്നവരാണ് നിങ്ങൾ അല്ലേ, കർഷകർ. വിത്ത് ടിയേഴ്സ് ഓഫ് ആൻസിസ്റ്റേഴ്സ്, അവരുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ ടിയേഴ്സ് അല്ലെങ്കിൽ കഷ്ടത, ആ ഒരു സ്വെറ്റ് ആൻഡ് ടിയേഴ്സ് വീണ മണ്ണിൽ നിങ്ങൾ വീണ്ടും പണിയെടുത്ത് അതിൽ നിന്നും ആ ഒരു പുതിയ ജീവനെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് മണ്ണിൽ നിന്ന് ചെയ്യുന്നത് അല്ലേ. റൈഡ് അപ്പ് ഓൺ ദ റിച്വൽ മാസ് ഫോർ വിറ്റ്നസ്. റിട്രീവ് മീനിങ് ബ്രിങ് ബാക്ക് ഫ്രം ദ പോയ്സൺഡ് എർത്ത് ദി അൺടയറിംഗ് സൺ ഓഫ് യുവർ കറേജിയസ് ആക്ഷൻ. അതായത് നിങ്ങൾ ആ ബ്രിങ് ബാക്ക് ഫ്രം ദിസ് പോയ്സൺഡ് എർത്ത്, അതായത് എർത്ത് പോയ്സൺഡ് ആയിപ്പോയി, അത് വിഷാംശമുള്ളതായിപ്പോയി. ദി അൺടയറിംഗ് സൺ, അതായത് ഒരിക്കലും നിലയ്ക്കാത്ത, അതാണ് ഒരിക്കലും ടയേർഡ് ആവാത്ത സൺ ഓഫ് യുവർ കറേജിയസ് ആക്ഷൻ. കർഷകർ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അതിൽ നിന്നും ഫലം ഉണ്ടാകുന്നത് അല്ലേ. കറേജിയസ് ആക്ഷൻ, ഇപ്പം അവരുടെ ആ ഒരു കർമ്മത്തെയാണ് പറയുന്നത്. ഇറ്റ്സ് വെരി കറേജിയസ്. പിന്നെ ദാറ്റ് സ്മെൽസ് ഓഫ് അരക്നട്ട് ഫ്ലവേഴ്സ്, അവരുടെ കർമ്മത്തിന് ആ ഒരു ഫാമേഴ്സിൻ്റെ കർമ്മത്തിന് അരക്നട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കമുകെന്ന് പറയും, അതിൻ്റെ ഒരു സ്മെൽ ഉണ്ട് എന്നാണ് പറയുന്നത്. Until the rhythms of abundant life echo in the drums of the untouchables. Until the rhythms of abundant life echo in the drums of untouchables and heart of dispossessed. Dispossessed എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ poor people, അതായത് നിസ്സഹായരായിട്ടുള്ള ആളുകളാണ് ഡിസ്പൊസസ്ഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെയുള്ള ആളുകളിലേക്കും അതുപോലെ തന്നെ മനുഷ്യർ തന്നെ മാറ്റി നിർത്തിയ ഒരു കൂട്ടം മനുഷ്യരുണ്ടല്ലോ, അൺടച്ചബിൾസ്, അങ്ങനെയുള്ള സാധാരണക്കാരിലേക്കും ജീവൻ അല്ലെങ്കിൽ അബണ്ടൻ്റ് ലൈഫ്, അവർക്ക് ആ ഒരു റിതം ഓഫ് അബണ്ടൻ്റ് ലൈഫ്, ജീവൻ, നല്ല ജീവൻ വരുന്നതുവരെയും നിങ്ങൾ പ്രയത്നിക്കുക എന്നാണ്
ഗ്രാസസ് പറയുന്നത്. Until this earth flowers once again in the melodious rain from the shepherd's flute and the monsoon clouds. അതായത് ഈ എർത്ത്, നമ്മളുടെ ഭൂമുഖം, ഈ ഭൂമി പിന്നെയും തളിരിടുന്നതുവരെ നിങ്ങൾ പ്രയത്നിക്കുക എന്ന് പെസൻസിനോട് എക്സോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സോട്ട്സ് ദി എൻറ്റയർ പെസൻസ് as well as the entire humanity. ഗ്രാസസ് എൻറ്റയർ ഹ്യൂമാനിറ്റിയോട് പറയുവാണ് എന്താ, ടു ബ്രിങ് ബാക്ക് ലൈഫ് ആൻഡ് പീസ് ടു ദിസ് എർത്ത്. അതായത് ആ ഒരു ലൈഫ് അല്ലെങ്കിൽ ആ ഒരു ജീവനെയും പുതിയ ജീവനെയും പീസ്, അതായത് സമാധാനത്തെയും വീണ്ടും ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക മനുഷ്യരെ, അല്ലെങ്കിൽ മാൻകൈൻഡിനോട് പറയുവാണ് നിങ്ങൾ പ്രയത്നിക്കുക എന്നാണ് നമ്മളുടെ ഗ്രാസസിന് നമ്മളോട് പറയാനുള്ള മെസ്സേജ് അതാണ്. ആൻഡ് ആദ്യം പെസൻസിനോട് പറഞ്ഞു, എക്സോട്ട്സ് പെസൻസ് ടു റൈസ്, അതായത് നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുക. അതായത് നമ്മൾ ഇല്ലാതായതിനെ പറ്റി ഓർത്ത് വേദനിച്ചിട്ട് കാര്യമില്ല, ബട്ട് നമ്മൾ ഇനിയും ഉണ്ടാക്കിയെടുക്കേണ്ടതിനെ പറ്റിയിട്ടാണ് ചിന്തിക്കേണ്ടത്. അതിലായിരിക്കണം നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ആ ഒരു മാറ്റത്തിൻ്റെ ആ ഒരു സീക്രട്ട് എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പം ആ ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് ഈ ഗ്രാസസ് നമുക്ക് ഈ പോയത്തിലൂടെ തരുന്നത്. അങ്ങനെയാണ് സച്ചിദാനന്ദൻ ഈ പോയം എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് മുന്നിലേക്ക് അദ്ദേഹം ഈ പോയം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ സ്റ്റുഡൻസ്, ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് വാട്ട് ഐ ഹവ് ടോട്ട്. ഓക്കെ, താങ്ക് യു.